Hello guys, Mechanic Vlogger here. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് Yamaha R15 വേർഷൻ 2 ത്രോട്ടിൽ കേബിൾ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ബൈക്കിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആക്സിലേറ്ററിൻ്റെ കണക്ഷൻ വരുന്നത് ടാങ്കിൻ്റെ താഴെയാണ്. അപ്പോൾ നമുക്ക് ടാങ്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ടാങ്ക് റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ റൈഡർ സീറ്റ് റിമൂവ് ചെയ്യണം. റൈഡർ സീറ്റ് റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് പില്ലിയൻ സീറ്റ് ആദ്യം റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഓർഡറിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കീ ഉപയോഗിച്ച് പില്ലിയൻ സീറ്റ് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്കറിയാം റൈഡർ സീറ്റിന് 2 ബോൾസ് വരുന്നുണ്ട്. എല്ലങ്കി ബോൾസാണ് വരുന്നത്. അത് നമുക്ക് എല്ലങ്കി വിടാൻ ആവശ്യമാണ്. അത് ഉപയോഗിച്ച് നമുക്ക് അത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ റൈഡർ സീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് ടാങ്കാണ്. ടാങ്കിന് ഇവിടെ 2 സൈഡിലായിട്ട് 2 ബോൾസ് വരുന്നുണ്ട്. അതും എല്ലങ്കിയാണ് വരുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ടാങ്കിന് താഴെയായിട്ട് നമ്മുടെ ആക്സിൽ കേബിളിൻ്റെ അടുത്തൊരു എൻഡ് കണക്ട് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് നോക്കാം. ടാങ്കിൻ്റെ ബാക്കിൽ 2 ബോൾസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ കൂടി 2 ബോൾസ് വരുന്നുണ്ട്. അതും എല്ലങ്കി തന്നെയാണ്. അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ടാങ്ക് റിമൂവ് ചെയ്യുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാങ്കിൻ്റെ താഴെ കണക്ഷൻസ് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഈ കണക്ഷൻസ് വളരെ സേഫായി റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 കേബിളാണ് വരുന്നത്. മുകളിലുള്ള കേബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ താഴെയുള്ളത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള കേബിളാണ്. 20,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ ബൈക്ക് റൺ ചെയ്തിട്ടുള്ളത്. മറ്റൊരു അവസരത്തിൽ ഇതിൻ്റെ ത്രോട്ടിൽ ക്ലീനിങ്ങും അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ചേഞ്ചിങ് ചെയ്യുന്നതും ഓവറോൾ ഒരു ചെക്കപ്പ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു തരത്തിൽ ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിൽ ഇത് ഗുണം ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമുക്ക് ബൈക്കിന് ഒരു ക്രൂസ് കൺട്രോൾ കിട്ടിയതുപോലെയായിരുന്നു ഞാനിത് ഓടിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയത്. പക്ഷേ ഇതേ സെയിം ടൈം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. കേബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേബിൾ വന്നിരിക്കുന്ന റൂട്ടിംഗ് ആണ്. പുതിയ കേബിൾ ഫിക്സ് ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ വഴിയിലൂടെ ആയിരിക്കണം പുതിയ കേബിളും ഇടുന്നത്. എന്നാലേ ത്രോട്ടിൽ കേബിൾ ഫ്രീ ആയി വർക്ക് ചെയ്യും.
ത്രോട്ടിൽ സ്മൂത്ത് വർക്കിംഗ് കിട്ടാനായി 2 കേബിളും ചേഞ്ച് ചെയ്യണം. ജെന്യൂൻ കേബിൾ ഇടുന്നതാണ് നല്ലത്, കാരണം ലൈഫ് കൂടുതൽ കിട്ടും. ഇതിൻ്റെ ഒരു കേബിളാണ് പ്രശ്നം. പുതിയ കേബിൾ 1 മാത്രമാണ് എനിക്ക് കിട്ടിയത്. മറ്റേ കേബിൾ ഫ്രീ ആയി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടും ഒരുമിച്ച് ചേഞ്ച് ചെയ്യലാണ് അതിൻ്റെ വർക്കിംഗ് മെക്കാനിസം കറക്റ്റ് ആവാൻ നല്ലത്. അപ്പോൾ ഞാനിവിടെ പുതിയ കേബിൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കേബിളെ അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഈ കേബിൾ തന്നെ കുറേ തിരച്ചിലിന് അവസാനമാണ് എനിക്ക് ലഭിച്ചത്. ഇതൊരു ഷോറൂമിൽ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചതും. അപ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 2 കേബിളും മാറ്റുന്നതിനായിട്ട് ട്രൈ ചെയ്യുക. പാർട്സ് തമ്മിൽ സെയിം ആണോ എന്നറിയാൻ കേബിളിൽ നമ്പർ തന്നിട്ടുണ്ട്. മുകളിലുള്ള അഡ്ജസ്റ്റർ കേബിൾ കുറച്ച് പ്ലേയിൽ അഡ്ജസ്റ്റ് ചെയ്താണ് നെറ്റ് ടൈറ്റൻ ചെയ്യേണ്ടത്. നിങ്ങൾ കണ്ടല്ലോ, ആക്സിലറേറ്റർ ഇപ്പോൾ കറക്റ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ആൻഡ് ഇഫ് യു ഹാവ് ലൈക്ക് ദ വീഡിയോ, please press the like button, and if you don't want to miss the coming videos, please subscribe to my channel.